ജൂലൈയിൽ റിലീസാകുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സ് ജൂലൈ 2-ാം തീയതിയാണ് തിയേറ്ററുകളിൽ റിലീസാകുന്നത്. 2-ാം തീയതി തന്നെ ഹ്യൂമൻ വേപ്പർ എന്നൊരു കൊറിയൻ സൈഫൈ ക്രൈം ത്രില്ലർ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുന്നുണ്ട്. 3-ാം തീയതി കുറെ റിലീസുകളുണ്ട്. ഹ്യൂ ജാക്ക്മാൻ പ്രധാന വേഷത്തിൽ വരുന്ന ദി ഡെത്ത് ഓഫ് റോബിൻ ഹുഡ്, അതുപോലെ ആലിയ ഭട്ടിന്റെ പുതിയ ഹിന്ദി ആക്ഷൻ ത്രില്ലർ ആൽഫയും, തെലുഗു ഫാന്റസി ത്രില്ലറായ നാഗബന്ധം ദ സീക്രട്ട് ട്രഷർ, തമിഴ് സ്പോർട്സ് കോമഡി ഗാട്ട ഗുസ്തിയുടെ 2-ാം ഭാഗവും, മലയാളം ഹൊറർ പടമായ അരൂപി, അതുപോലെ ഹിന്ദി ത്രില്ലറായ ബേബി ഡു ഡൈ ഡു എന്നീ പടങ്ങളും അന്ന് തന്നെ തിയേറ്ററുകളിൽ റിലീസാകും. ഇനി ഈ മാസം മലയാളത്തിൽ നിന്നും എനിക്ക് ഏറെ പ്രതീക്ഷയുള്ള പൃഥ്വിരാജിന്റെ ഐ നോബഡി ജൂലൈ 9-ാം തീയതിയാണ് റിലീസാവുന്നത്. ഹോളിവുഡ് ഹൊറർ ഫിലിം ഈവിൾ ഡെഡ് ബേൺ ജൂലൈ 10-ാം തീയതി റിലീസാവുന്നുണ്ട്. അന്ന് തന്നെ മൊവാനയുടെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ മൂവിയും റിലീസാകും. അതുപോലെ തന്നെ ഇതേ മുരളി എന്നൊരു തമിഴ് ഡ്രാമ ഫിലിം, അജയ് ദേവ്ഗനൊക്കെ അഭിനയിച്ച ധമാൽ 4, ഇംഗ്ലീഷ് ഡ്രാമയായ ദ ഇൻവൈറ്റ്, അതുപോലെ അഖിൽ അക്നേനിയുടെ തെലുഗു മൂവി ലെനിനും 10-ാം തീയതി റിലീസാകും. 15-ാം തീയതി ലക്കി സീരീസ് ആപ്പിൾ TV പ്ലസിൽ റിലീസാകും. പലതവണ മാറ്റിവെച്ച ഷാജി കൈലാസ് ജോജു ജോ ടീമിന്റെ വരവ് ജൂലൈ 16-ന് വരും. പിന്നെ ഈ മാസത്തെ വൻ റിലീസ് ക്രിസ്റ്റഫർ നോളന്റെ ദ ഒഡീസി 17-ാം തീയതിയാണ് റിലീസാവുന്നത്. മാധവന്റെ GDN എന്ന സിനിമയും 17-ാം തീയതി തന്നെ റിലീസാവുന്നുണ്ട്. ഇനി 24-ാം തീയതി കുറെ റിലീസുകളുണ്ട്. മലയാളം ത്രില്ലർ പടമായ ലർക്ക് സ്റ്റാറിംഗ് സൈജു കുറുപ്പ്, അതുപോലെ കരാവലി എന്നൊരു കന്നഡ പടം 24-ാം തീയതി റിലീസാവുന്നുണ്ട്. കാജൽ അഗർവാളിന്റെ ദ ഇന്ത്യ സ്റ്റോറി എന്നൊരു പടം, അറ്റാക്ക് ഓൺ ടൈറ്റൻ ദ മൂവി, ഇതെല്ലാം 24-ാം തീയതി റിലീസാവുന്നുണ്ട്. ഈ മാസത്തിലെ ഏറ്റവും വലിയ മറ്റൊരു റിലീസായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ 30-ാം തീയതിയാണ് തിയേറ്ററുകളിൽ റിലീസാവുന്നത്. ഇനി 31-ാം തീയതി ലോകേഷ് കനകരാജ് നായകനാകുന്ന DC സിനിമ റിലീസാകും. തമിഴ്നാട് CM ആയ നമ്മുടെ തലപതി വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന സിഗ്മ എന്ന തമിഴ് പടവും 31-ാം തീയതി റിലീസ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇതിൽ കൂടുതൽ സിനിമകളും സീരീസുകളും ജൂലൈ മാസം റിലീസാകുന്നുണ്ട്. ഫുൾ ലിസ്റ്റ് ത്രില്ലർ ബൈ രാകേഷ് യൂട്യൂബ് ചാനലിൽ.